ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ് കേട്ടോ. ഇതിന്റെ മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി കണ്ടു പ്രസന്റ് ടെൻസ്, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെയാ പറയാ, സിമ്പിൾ പാസ്റ്റിന്റെ എങ്ങനെയാ പറയാ, സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് എങ്ങനെയാ പറയാ. ഇത് മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് മൂന്നും വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു പോയതാണ്. ഇത് കാണാത്ത ആളുകൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാം. തുടങ്ങിയ പാസീവ് വോയിസ് അതുവരെ കണ്ടിട്ട് ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോക്ക് പോകാം. അപ്പോൾ ദാ ഇന്ന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ആദ്യം തന്നെ നമ്മൾ സ്ട്രക്ചർ വീണ്ടും പറയാണ്. സ്ട്രക്ചർ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ട ആളുകൾ ജസ്റ്റ് ഇതൊന്ന് സ്കിപ്പ് അടിച്ച് പോയിക്കോളൂ, കുഴപ്പമില്ല. അതായത് ഒബ്ജക്റ്റ് പ്ലസ് പിന്റെ ഒരു ഫോം പ്ലസ് V3 പ്ലസ് ബൈ വെച്ചിട്ട് സബ്ജക്റ്റ് പറയാം. ഇതാണ് ഓർഡർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാസ്റ്റ് ടെൻസും അതുപോലെ പ്രസന്റ് ടെൻസും പറഞ്ഞപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷന് വേണ്ടിയിരുന്നില്ല. അവിടെ നേരെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ആം, ഈസ്, ആർ ഇട്ടു, V3 ഇട്ടു. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസോ, വേറോ ഇട്ടു, V3 ഇട്ടു. ഇനി ഫ്യൂച്ചർ ടെൻസ് പറഞ്ഞപ്പോൾ അവിടെ ഓൾറെഡി ഒരു ഓക്സിലറി വെർബ് ഉണ്ടായിരുന്നു. ആരായിരുന്നു? വില്ലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് വില്ലിന്റെ കൂടെ ഒരു ബി ചേർത്തിട്ടാണ് നമ്മൾ V3 പറഞ്ഞത്. ഇനി ഇവിടെ ആ സെയിം പ്രോബ്ലം വരുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം കണ്ടിന്യൂസ് ടെൻസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ എങ്ങനെ പറയാം? നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ സ്പീക്കിംഗ് അല്ലെങ്കിൽ വി ആർ ടോക്കിംഗ് അല്ലേ. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ആണെന്ന് പറയുന്നത് ഓക്സിലറി അല്ലേ. ആ ഓക്സിലറി അതിനകത്ത് ഉണ്ട് അല്ലേ. ആറ് എന്ന് പറയുന്ന ആ ഒരു ഓക്സിലറി വെർബ് ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞ ബിയുടെ ഒരു ഫോം ഇട്ടിട്ടേ ഇവിടെ സെന്റൻസ് പറയാൻ പാടുള്ളൂ. അപ്പൊ ആറ് എന്ന് പറയുന്നത് ഓൾറെഡി ബിയുടെ ഒരു ഫോം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ബിയുടെ ഒരു ഫോം ഇടണമെന്നേ പറഞ്ഞുള്ളൂ. ബിയുടെ ഏതെങ്കിലും ഒരു ഫോം ഇടണമെന്നേ പറഞ്ഞുള്ളൂ. ആറ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ആ ആറിനെ നമുക്ക് ഇവിടെ നിന്ന് കളയാൻ പറ്റില്ല. എന്നാ ബിയുടെ ഒരു ഫോം ഇടും വേണം. എന്നാലോ ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് തെളിയിക്കും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. നേരെ ഒന്നും നോക്കാനില്ല, ആമോ, ഈസോ, ആറോ നമ്മൾ പറയും. അതായത് സെന്റൻസിലുള്ള ആമോ, ഈസോ, ആറോ അത് അതുപോലെ തന്നെ എഴുതും. അത് കഴിഞ്ഞിട്ട് ബിയുടെ ഒരു ഫോം, ഇവിടെ കണ്ടിന്യൂസ് ടെൻസ് ആണല്ലോ, തുടർച്ചയെ കാണിക്കുന്നതിനല്ലേ. അപ്പൊ നമ്മള് ബീയിങ് ആണ് ഇടുക. ഏതാ ഇടുക? ബീയിങ്. ഓക്കെ, V3 വേണം. ബീയിങ് കഴിഞ്ഞിട്ട് V3 ഇടും. അപ്പൊ നമ്മൾ പറഞ്ഞത് വി ആർ സ്പീക്കിംഗ് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇവിടെ സ്പീക്കിംഗ് എന്ന് പറയുന്നതല്ലേ വെർബ്. വെർബിനെയാണ് നമ്മൾ V3 ആക്കുക. അപ്പൊ സ്പീക്കിങ്ങിനെ നമ്മൾ എന്തായാലും എന്താക്കേണ്ടി വരും? സ്പോക്കൺ ആക്കേണ്ടി വരും. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. അപ്പൊ വെർബിനെയാണ് സ്പോക്കൺ ആക്കുക. അപ്പൊ നമ്മൾ വി ആർ സ്പീക്കിംഗ് ആണ്. ഇവിടെ കണ്ടിന്യൂസ് തെളിയിക്കാൻ വേണ്ടി ING നിർബന്ധമാണ്. അപ്പൊ ING നമ്മൾ എന്തിന്റെ കൂടെ ഇടണം? ഈ ബിയുടെ ഫോമിന്റെ കൂടെ ഇടണം. ഈസ് വരുമ്പോഴും അങ്ങനെ തന്നെ. ഈസ് ബീയിങ്, ആർ ബീയിങ്, അങ്ങനെ വരും. ബീയിങ് എന്ന് വെച്ചാൽ നമ്മൾ ഐക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ആം ബീയിങ് പറയും. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ആം നോക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ ഈസോ അല്ലെങ്കിൽ ആറോ മാത്രമേ വരുള്ളൂ. ഓക്കെ, കൺഫ്യൂഷൻ ആയോ? സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ അവിടെ ചേച്ചി മുറ്റം അടിച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ എങ്ങനെ പറയാ? അപ്പോ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോർന്നോ അല്ലെങ്കിൽ കോർട്ട്യാർഡെന്നോ ലാൻഡ്സ്കേപ്പ് ഒക്കെ പറയാം. ഓക്കെ, അപ്പൊ ഷീ ഈസ് ക്ലീനിങ് ദ കോർട്ട്യാർഡ്. അപ്പൊ അവര് മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുറ്റം അവരാൽ അടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മലയാളം വരിക. അപ്പൊ ആർക്കാ പ്രാധാന്യം? ചേച്ചിക്കാണോ പ്രാധാന്യം? മുറ്റത്തിനാണോ പ്രാധാന്യം? മുറ്റത്തിനാ പ്രാധാന്യം അല്ലേ. അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മുറ്റല്ലേ. അപ്പൊ മുറ്റത്തിനെ കുറിച്ചിട്ടാണ്, മുറ്റത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോ
പറയുന്നത്. അതേപോലെ തന്നെ ഒബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന സെന്റൻസുകൾക്കാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയാം അല്ലേ? ഓക്കെ, അപ്പൊ പാസീവ് വോയിസിൽ നമ്മൾ ഇത് എങ്ങനെ പറയാ? അവരാൽ മുറ്റമടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ക്ലീൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയും? മുറ്റത്തിന് പ്രാധാന്യം കൊടുത്ത് പറ. അപ്പൊ courtyard is being cleaned by her. മനസ്സിലായോ? അവളാൽ മുറ്റം ക്ലീൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. എന്നുവെച്ചാ അവിടെ ആരാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബൈ ചേർത്ത് സബ്ജക്റ്റ് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ബൈ ചേർത്ത് സബ്ജക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ മുറ്റത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. എങ്ങനെ പറയാ? The courtyard is being cleaned by her. കുറച്ചൊരു സ്ലോയിൽ പോകുന്നുണ്ട് മേൽക്കുട്ടി, കുഴപ്പമില്ല. 2-3 സെന്റൻസ് പറയുമ്പോൾ സ്പീഡ് ആവട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയല്ലേ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണത്തിനാണ് പ്രാധാന്യം. നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയും, ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് എന്ന് പറയും അല്ലേ? അപ്പൊ അവിടെ ഒരു സബ്ജക്റ്റ് വേണ്ടേ? ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് മീൻസ് ഇപ്പൊ ഭക്ഷണം അവിടെ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മദർ ഈസ് കുക്കിംഗ് ദ ഫുഡ് എന്നാണ് പറയാ. അപ്പൊ ദ ഫുഡ് ഈസ് ബീയിങ് കുക്ക്ഡ് ബൈ മൈ മദർ. അടിപൊളി, അതാ ഞാൻ പറഞ്ഞ സ്പീഡ് ആവുന്നത്. അമ്മയാൽ ഭക്ഷണം പാകം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദ ഫുഡ് ഈസ് ബീയിങ് കുക്ക്ഡ് ബൈ മദർ. ഓക്കെ, ഇപ്പൊ ഒരാൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആരാ നമുക്കറിയില്ല. അപ്പൊ ആരാലോ കാറ് ഓടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? അപ്പൊ ദ കാർ ഈസ് ബീയിങ് driven by someone. The car is being driven by someone. അല്ലേ? ആരാലോ കാർ എന്ത് ചെയ്യാണ്? ഓടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ ആണ്, ഒന്നും ആലോചിക്കണ്ട. നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് ആ ഒബ്ജക്റ്റിനെ നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവന്നില്ലേ? ഈ ഒബ്ജക്റ്റ് ഏകവചനമാണോ ബഹുവചനാണോ എന്ന് മാത്രം നോക്കുക. എന്നിട്ട് നമ്മൾ ഈസോ എന്ന് അവിടെ ചേർക്കും. ചേർത്തതിന് ശേഷം നമ്മൾ ബീയിങ് ഇട്ട് കൊടുക്കുന്നു. വെർബിന്റെ 3ാമത്തെ രൂപം പറയുന്നു. ബൈ ചേർത്തിട്ട് ചെയ്ത ആളെ പറയുന്നു. ഇതാണ് കാര്യം. ഓക്കെ, അപ്പൊ ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല, ബൈ ചേർത്തിട്ട് പറയണ്ട, അത്രേ ഉള്ളൂ. അതെ, ഇനി നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ വെച്ചിട്ട് എങ്ങനെ പറയാന്നുള്ളത് നോക്കാം. അതായത് 2 കാര്യങ്ങൾ പറയാണ്, 2 കൂടുതലോ ഉള്ള ഐറ്റംസുകൾ വെച്ചിട്ട് പറയണം. ഇപ്പോ അവൾ നോവലുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണം. അവൾ നോവലുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് റൈറ്റിംഗ് ദ നോവൽസ് എന്നാണ്. അപ്പൊ ഇവിടെ ഷീ കഴിഞ്ഞിട്ട് ഈസ് ആണ് സെന്റൻസിൽ വരുന്നത്. ഷീ ഈസ് റൈറ്റിംഗ് ദ നോവൽസ്. ഇനി ഇവിടെ നമ്മൾ നോവൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയണം. പറഞ്ഞോളൂ. The novels are being written by her. അല്ലേ? അപ്പൊ അതുകൊണ്ടോ നോവൽസ് ആണ് നമ്മൾ എടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ നോവൽസ് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഷീ ഈസിൽ തുടങ്ങിയില്ലേ? അവിടെ ആ ഈസിനെ നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും 6 ആയിട്ട് മാറും. കാരണം 6 മാറും. നോവലുകളല്ലേ? ഇപ്പൊ ദ നോവൽസ് 6 The novels are being written by her. അവിടെ ബൈ ഹെർ പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. The novels are being written. നോവലുകൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് അവിടെ ഭക്ഷണം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയില്ലേ? അപ്പൊ ചെയ്യുന്നത് സപ്ലയർ ആയിരിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ ശരി? സപ്ലയർ ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമല്ല. ഭക്ഷണം സപ്ലൈ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയും? The food is being supplied by someone. അവിടെ ഒരു ഭക്ഷണം ഒന്നാവൂല കൊടുക്കുക, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കും അല്ലെ? അപ്പൊ the foods are being supplied. ഭക്ഷണങ്ങൾ എന്ത് ചെയ്യാണ്? വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ നമ്മള് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് വോയിസ് കണ്ടു. വളരെ സിമ്പിൾ അല്ലേ? ഇനി ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒന്നുമില്ല. ഈ ആമ് ഈസ് ആറിൻ്റെ കൂടെ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ സെൻറ്റൻസ് നെഗറ്റീവ് ആവും. ആമിനെ ഈസിനെ ആറിനെ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചോദ്യമാവും. അത് നിങ്ങൾ ചെയ്യാട്ടോ. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പ്രസൻറ്റ്
ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഇപ്പോൾ പഠിച്ചിട്ടുള്ള കണ്ടിന്യൂസ് ടെൻസ്, ഇതിൻ്റെ എല്ലാം പാസീവ് വോയിസ് ഒറ്റ സെൻറ്റൻസ് വെച്ചിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്. ഇപ്പോൾ ശിവഗാമി ദേവി ഉണ്ട് നമ്മുടെ ബാഹുബലിയിലുള്ള ഒരു ക്യാരക്ടർ. ആ ശിവഗാമി ദേവി പറയും ബാഹുബലി വധിക്കപ്പെടും എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ അവനെ വധിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ബാഹുബലി വധിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാം? നമ്മൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറയാം. എങ്ങനെ പറയാം? ബാഹുബലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പറയണം. ആരെങ്കിലും അവൻ കൊല്ലുന്നുണ്ടാവുക. അപ്പോൾ ബാഹുബലി കട്ടപ്പയാണ് കൊല്ലുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ബാഹുബലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പറയണം ബാഹുബലി വധിക്കപ്പെടും എന്ന് പറയാം. കുഴപ്പമില്ല, പറഞ്ഞോ. ബാഹുബലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാം. ബാഹുബലി will be killed അല്ലേ? ബാഹുബലി will be killed. ബാഹുബലി വധിക്കപ്പെടും അല്ലേ? ഇനി ബാഹുബലി വധിക്കപ്പെടുന്നു എന്നാണെങ്കിലോ ബാഹുബലി killed അല്ലേ? ഇനി ബാഹുബലി വധിക്കപ്പെട്ടു, ആരോ വന്നിട്ട് ബാഹുബലിനെ കൊന്നു. അപ്പൊ എങ്ങനെ പറയാം? ബാഹുബലി was killed. ഇനിയിപ്പോ പഠിച്ച ബാഹുബലി being killed എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ ബാഹുബലി മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതിനർത്ഥം അല്ലെ? ദ ബാഹുബലി ഈസ് ബീയിങ് കിൽഡ്. ഇപ്പൊ ബാഹുബലി അവിടെ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംഭവം സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അതായത് ഇത്രേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കാണിച്ചു തരാം. ഇത് സിമ്പിൾ ആണ്. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ആമ്, ഈസ്, ആറ് ഇടുന്നു, വെർബിന്റെ മൂന്നാമത്തെ രൂപം പറയുന്നു. പാസ്റ്റ് ടെൻസിൽ നമ്മൾ വാസോ വേറെ ഇടുന്നു, വെർബിന്റെ മൂന്നാമത്തെ രൂപം പറയുന്നു. ഫ്യൂച്ചർ ടെൻസിൽ ഓൾറെഡി അവിടെ വില്ലുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ബി മാത്രം ചേർക്കുന്നു, വെർബിന്റെ മൂന്നാമത്തെ രൂപം പറയുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആമ്, ഈസ്, ആറ് അവിടെ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ബീയിങ് മാത്രം ഇടുന്നു, വെർബിന്റെ മൂന്നാമത്തെ രൂപം പറയുന്നു. ഇതിലൊക്കെ കോമൺ ആയിട്ട് ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബിയുടെ ഒരു ഫോം അത് ഡിപ്പെൻസ് ആണ്. അത് ബി ആവാം, ആമാവാം, ഈസാവാം, ആറാവാം, വാസാവാം, വേറെ ആവാം, ബീയിങ് ആവാം, ഏതും ആവാം. ഒപ്പം തന്നെ എല്ലാത്തിലും വെർബിന്റെ മൂന്നാമത്തെ രൂപമായിരിക്കും വന്നിട്ടുണ്ടാവുക. വെർബിന്റെ അപ്പോഴും വെർബിന് നമുക്ക് ഒന്നും ആലോചിക്കേണ്ട. പാസീവ് വോയിസിൽ വെർബ് V3 മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് വോയിസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെയും ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെയും എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അവർക്കുള്ള ചോദ്യം കൊടുക്കണ്ടേ? ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ചോദ്യം. വീട് പെയിന്റ് അടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ കുറച്ച് പെയിന്റിങ്ങുകാർ വന്നിട്ടുണ്ട്, അവർ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസിൽ പറയുമ്പോൾ അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാം. നമ്മളിവിടെ പറയുന്നത് വീടിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ വീട് പെയിന്റ് അടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീട് എന്ന് പറയുന്നത് ഏകവചനമാണ്. എങ്ങനെ പറയും? ഫ്രൂട്ട്സുകൾ ഇവള് കടയിൽ പോയിട്ടുണ്ട്, ഫ്രൂട്ട്സുകൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഫ്രൂട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട്. ആ ഫ്രൂട്ട്സുകൾ വാങ്ങപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളൊരു പുതിയ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോവുക, ബിഗിനേഴ്സ് ചാലഞ്ച് ചെയ്യണം. അതിന് ശേഷം നമ്മളെ പാസീവ് വോയിസ് അല്ല, നമ്മുടെ സ്പീക്കിംഗ് ചാലഞ്ച് ചെയ്യണം. അതിനുശേഷം നമ്മളെടുത്ത പുതിയ വീഡിയോസും പാസീവ് വോയിസിന്റെ തുടക്കവും കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക്. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും